ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. Whoever does the will of God is my brother, sister and mother. ഇന്ന് ഇടവക ദിനമായി കൊണ്ടാടുവാൻ തക്കവണ്ണം വേർതിരിച്ചിരിക്കുന്നതായുള്ള ദിവസമാണ്. എന്താണ് ഒരു ഇടവക എന്ന് പറയുന്ന അവസരത്തിൽ അർത്ഥമാക്കുന്നത്? ഫാമിലി ഓഫ് ഫാമിലീസ്. ഇതൊരു കുടുംബമാണ്. ദൈവസ്ഥാനത്തിൽ നാം എല്ലാവരും നിരന്നതിന് ശേഷമാണ്, അനുരഞ്ജനത്തിൻ്റെ കയ്യസൂരി നൽകിയതിന് ശേഷമാണ് വിശുദ്ധ കുർബാന പോലും അർപ്പിക്കുന്നത്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന 6 കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫാമിലി സെലിബ്രേഷനാണ്. ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളും വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗോഡ് പേരൻറ്റും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞതായിട്ടുള്ള ആളുകളാണ്. ഇന്ന് ഈ 6 കുഞ്ഞുങ്ങളും പറയുന്നതിനായിട്ട് പോവുകയാണ്, ഞങ്ങൾ വളർന്ന ഈ പ്രായമായിരിക്കുന്ന അവസരത്തിൽ ഈ വിശ്വാസം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശു മിശിഹായിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സമർപ്പണ പ്രാർത്ഥനയിൽ ഈ വിശ്വാസമാണ് അവർ ഏറ്റുപറയുവാനായിട്ട് പോകുന്നത്. ദൈവസന്നിധിയിലും ഈ വിശ്വാസ സമൂഹത്തിന് മുമ്പാകെ അവർ ഏറ്റുപറയുമ്പോൾ ഇത് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അവസരമാണ്. എൻ്റെ ഇടവക ദിനത്തിൽ ആദ്യമായിട്ട് നാം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുക എന്നതാണ്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, പൈശാചികമായ എല്ലാ വഴികളെയും ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവനാകുന്നു എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും. നമ്മളുടെ 6 കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റുപറയുന്നതായ വിശ്വാസത്തിൽ അവർ നിലനിന്ന് വളർന്നു വന്ന് ഫലം കായ്ക്കുവാൻ ഇടയാകണമെന്നതാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു വന്ന് ഫലം കായ്ക്കുന്നതിനായിട്ട് ഇടയാകണം. നോ അതർ തിങ്, മറ്റ് യാതൊന്നുമല്ല. അതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ഇതുണ്ടാകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മുട്ടുകുത്തുന്നതായിട്ടുള്ള പൈതങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രതി നൽകുന്നത്. ദൈവത്തിൻ്റെ വഴികളെ ആരാഞ്ഞറിയുവാൻ്റെ കോണം ദൈവത്തിൻ്റെ വചനം ദിനംതോറും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊണ്ട് വളർന്നു വരികയും ചെയ്യണം എന്നുള്ള നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. രണ്ടാമതായിട്ട് അവർക്ക് കത്തിച്ചതായുള്ളൊരു മെഴുകുതിരി നൽകും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ വിശ്വസിക്കുന്നതായുള്ള കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. നിങ്ങൾ ദൈവം ഉള്ളവരായിട്ട് ജീവിക്കേണ്ടവരാണ്. ദൈവത്തെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ഈ അടുത്ത സമയത്ത് നമ്മളുടെ യുവജന ഞായറൊക്കെ നാം ആഘോഷിക്കുകയുണ്ടായി. അവർക്ക് നൽകിയതായുള്ള ആഹ്വാനം യുവത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിങ്കിലേക്കുള്ള വഴികാട്ടികളാണ് എന്നതാണ്. ട്രെയിൽ ബ്ലേസേഴ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ട്രെയിൽ ബ്ലേസേഴ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. വഴികാട്ടണം.
2 ഇല്ലസ്ട്രേഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അതിനുശേഷം ആരാധനയ്ക്ക് ശേഷം ഇടവേദന മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ അവസരത്തിൽ തുടർന്ന് ഞാൻ സംസാരിക്കും. ഒന്ന്, സാവോ പൗലോ എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്തെ ഏറ്റവും മഞ്ഞുള്ളതായിട്ടുള്ളൊരു രാത്രിയായിരുന്നു. ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് സാലോ മോനിഡോ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി വീട്ടിലേക്ക് തൻ്റെ കാറിൽ പോവുകയായിരുന്നു. കാറിൽ പോകുന്ന അവസരത്തിൽ വഴിയരികെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നതായിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടു. അവൾ കാറോടിച്ച് വീട്ടിൽ പോയി. എന്നാൽ അന്ന് ഉറങ്ങുന്നതിനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തൻ്റെ പുതപ്പിൽ ഒരെണ്ണം എടുത്ത് തിരിച്ച് ആ ആളിൻ്റെ അടുത്ത് ചെന്ന് ആ പുതപ്പ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ കടലാസ് കഷ്ണം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കൊണ്ട് അവൾ തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ആ കടലാസ് കഷ്ണം എടുത്ത് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നോക്കി. മനോഹരമായിട്ടുള്ളൊരു പോയട്രിയാണ്, ഒരു കവിതയാണ്. ആ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കാണണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം അവളുണ്ടായി. അതുകൊണ്ട് അടുത്ത ദിവസം പോയി. അടുത്ത ദിവസം ചെന്ന അവസരം ഒരു കെട്ട് കടലാസാണ് എടുത്ത് അവളുടെ കയ്യിലോട്ട് കൊടുത്തത്. ഒരു കെട്ട് കടലാസ്. അതെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയതായിട്ടുള്ള കടലാസ് തുണ്ടുകളാണ്. അവളൊരു കാര്യം ചെയ്തു. ഫേസ്ബുക്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് പേസ്റ്റ് ചെയ്തു. അത് പെട്ടെന്ന് വൈറലായിട്ട് തോന്നും. എല്ലാവരും വായിക്കുന്ന, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിട്ട് തോന്നും. അവൾ അതിനോടകം മനസ്സിലാക്കുന്നതിനിടയായിട്ട് തോന്നുന്നു, ഈ വഴിയിൽ കിടന്നുറങ്ങുന്നതായിട്ടുള്ള മനുഷ്യൻ 35 വർഷങ്ങൾക്ക് മുമ്പേ താൻ താമസിച്ചിരുന്നതായുള്ള വീട് വിട്ട് വഴിയിൽ ഇറങ്ങേണ്ടി വന്നതായിട്ടുള്ള മനുഷ്യനാണ്. വീട് ജപ്തി ചെയ്തു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കടം കയറി ജപ്തി ചെയ്തതായിട്ടുള്ള അവസരം വിടേണ്ടതായിട്ട് വന്നു. തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. അവൾ അന്ന് രാത്രിയിൽ ഒരു പുതപ്പുമായിട്ട് വന്നില്ല എങ്കിൽ ആ രാത്രിയിൽ തന്നെ ഞാൻ മരിച്ചു പോയേനെ. അതുകൊണ്ട് അവളൊരു നിമിത്തമല്ല, ഒരു കാരണമല്ല. എൻ്റെ മരണം ഉണ്ടാകാതിരിക്കാനായിട്ടൊരു കാരണമല്ല. പിന്നെ അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. ആരാണ് ഈ മനുഷ്യൻ? ബ്രസീലിയൻ കവിയായിട്ടുള്ള റെയ്മണ്ടോ ഓരോഡോയോ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനാണ്. ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു മനുഷ്യനാണ്. കവിതകളുണ്ട്. ബ്രസീലിയൻ കവിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, 5 കുരുവികളെ 2 കാശിന് കിട്ടും എന്ന് പറഞ്ഞാൽ കുരുവിക്ക് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു കാശ് കൊടുത്താൽ 2 എണ്ണം കിട്ടും. അപ്പോൾ 2 കാശ് കൊടുത്താൽ 4 കിട്ടിയാൽ മതി. എന്നാൽ ഒന്നുകൂടി ഇരിക്കട്ടെ, 5 കാശ്, 5 കുരുവികൾ. ഇത് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്ന് പറയുന്നുണ്ട്, ഇവയിൽ ഒന്നുപോലും ഞാൻ അറിയാതെ പോവുകയില്ല. അവിടെ തന്നെയാണ് പറയുന്നത്, നിൻ്റെ തലയിലെ രോമം പോലും ഞാൻ എണ്ണിയിരിക്കുന്നു. ഗോഡ് സീസ്, നമ്മെ കാണുന്നതായുള്ളൊരു ദൈവമുണ്ട്. എനിക്കെന്നെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ ആദ്യമായിട്ട് ഓർപ്പിക്കാനായിട്ടുള്ള അത് തന്നെയാണ്. തുടർന്നുള്ളതായുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പള്ളിയിൽ വന്നെന്നിരിക്കാം, പള്ളിയിൽ വരാതിരുന്നെന്നിരിക്കാം, നിങ്ങൾ യുവജന സംഘത്തിൽ പോയെന്നിരിക്കാം, പോയില്ല എന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന്. ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോഴും
ഗോഡ് സീസ്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് യൂത്ത് മൈഗ്രേഷൻ്റെ സമയമാണ്. അതുകൊണ്ട് നമ്മളുടെ ഹയർ സെക്കൻഡറിയൊക്കെ കഴിയുന്നതായുള്ള കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. വളരെയധികം പ്രയാസപ്പെട്ടാണ് അവർ ജീവിക്കേണ്ടതായിട്ട് വരുന്നത്. ദൈവത്തെ മറന്നു പോകുവാനായിട്ട് ധാരാളം കാരണങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ മറന്നു പോകാതെ ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണമെന്നാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോഡ് സീസ്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഇതെപ്പോഴും ഓർത്തിരിക്കണം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും. ഗോഡ് സീസ്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഇന്ന് അയർലൻഡിൻ്റെ ഒരു ഭാഗത്തുള്ള ബെൽഫാസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് ഒരു ടൈറ്റാനിക് മ്യൂസിയം ഉണ്ട് എന്നതാണ്. ടൈറ്റാനിക് എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ വലുതായിട്ടുള്ള ഒരു കപ്പൽ നിർമ്മിച്ചതായിട്ടുള്ള അവസരം. ഈ കപ്പലിൻ്റെ ഉയരം തന്നെ 38 മീറ്റേഴ്സ് ആണ്. 9 ഗാലറികളാണ് അതിനുള്ളത്. വലിയൊരു കപ്പൽ. ആ കപ്പൽ നിർമ്മിച്ചത് അയർലൻഡിലാണ്. എന്നിട്ട് അത് ഇംഗ്ലണ്ടിൻ്റെ സമുദ്ര തീരത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് ന്യൂയോർക്കിന് യാത്ര ചെയ്യുകയാണ്. സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരാഴ്ച കൊണ്ട് എത്തിച്ചേരാം എന്നുള്ള കണക്ക് കൂട്ടലോടുകൂടി ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് കപ്പലിൽ കയറി യാത്ര ചെയ്യുകയാണ്. 2208 ആളുകളാണ് അന്ന് എല്ലാം കൂടെ, ജീവനക്കാർ ഉൾപ്പെടെ ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒരു ദിവസം യാത്ര ചെയ്തു. എന്നാൽ ഈ കപ്പൽ യാത്രയിൽ നൽകിയതായുള്ള മുന്നറിയിപ്പ് ഒന്നും തന്നെ അവരെ ഗൗനിച്ചില്ല. സാരമില്ല, ഇത് വലിയ കപ്പലല്ലേ, ഒരു കുഴപ്പം ഉണ്ടാകില്ല. എന്നാൽ ആ കപ്പലോളം തന്നെ വലുതായിട്ടുള്ളൊരു ഐസ്ബർഗ് മഞ്ഞുകട്ടയിൽ ഇത് പോയി മുട്ടി. എന്താ സംഭവിച്ചെന്നറിയാമോ? കപ്പൽ 2 മുറിഞ്ഞു, നടുവിൽ വെച്ച് ഒടിഞ്ഞു. ആയിരത്തി 512 ആളുകളാണ് അന്ന് കടലിൽ മുങ്ങി ചാകുവാനായിട്ടിടയായിത്തത്, മഞ്ഞുള്ളതായിട്ടുള്ള വെള്ളത്തിൽ. ഇത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടൊരു പാഠമുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു യാത്രയും അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ആർക്കും ഒരു ഉറപ്പ് പറയുന്നതിനായിട്ട് സാധിക്കുകയില്ല. എന്നെ കേൾക്കുന്നതായുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്, നിങ്ങൾ ഒരു നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്നതായുള്ള ആളുകളാണ്. മാതാപിതാക്കൾ ദൈവത്തെ വിളിക്കുന്നതായുള്ള മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുന്നതായുള്ള മാതാപിതാക്കൾ. നിങ്ങൾ ദൈവഭക്തിയിൽ വളരണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഇടവക പട്ടക്കാരൻ, ഇടവക ജനങ്ങൾ. ഇതിനെല്ലാം മധ്യത്തിലാണ് നിങ്ങൾ ജനിച്ച് വളർന്ന് ഇത്രത്തോളമായിരിക്കുന്നത്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്നതിനായിട്ട് പഠിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന് ഇനിയുമുള്ള കാലഘട്ടത്തിൽ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതയാത്ര ഇടയ്ക്ക് ഇല്ലാതെയായി തീരുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നോട്ട് ഈവൻ ഗോഡ്. ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ വലിയ താല്പര്യത്തിലാണ് തൻ്റെ മകനും നമ്മളുടെ രക്ഷിതാവുമായുള്ള യേശുവിനെ ഈ ലോകത്തിലേക്ക് വിട്ടത്. തൻ്റെ സൃഷ്ടി സകലവും, എല്ലാ സൃഷ്ടിയും ഈ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ വീണ്ടെടുക്കപ്പെടണം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച പോലെ, യു ബിലോങ് ടു ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. നിങ്ങളെ ഗുരുവായതായിട്ടുള്ള അവസരം മുതൽ തന്നെ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്.
ഇപ്പോഴും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതിൽ പങ്കെടുക്കുന്നതായുള്ള അവസരത്തിലും കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. എന്നിൽ വസിപ്പയും ഞാൻ നിങ്ങളിലും വസിക്കും. എന്നാൽ തുടർന്നുള്ളതായുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ്. യു ആർ ബിക്കമിങ് മച്വർ. നിങ്ങളാണ് പല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പോകുന്നത്. ഈ ജീവിതയാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്തെ നാം ചെന്ന് ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതയാത്രയെ ക്രമീകരിക്കണം എന്നുള്ളതായുള്ള പാഠമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട്. രണ്ട്, നിങ്ങളുടെ ജീവിതയാത്ര ദൈവം ആഗ്രഹിക്കുന്നതായുള്ള തുറമുഖത്തെ എത്തിച്ചേരുവാൻ തക്കവണ്ണം സജ്ജമായിരിക്കണം. ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കളെ എല്ലാം ഈ ഇടവയുടെ പേരിൽ, സഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായുള്ള വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു നിന്ന് ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതാണ് നിങ്ങളുടെ തലതൊട്ടതായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥന, ഇടവയുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന. കാണുന്നതായുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കളങ്കം കൂടാതെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ജീവിതയാത്രയിൽ തകർന്നു പോകാതെ ദൈവം ആഗ്രഹിക്കുന്നതായുള്ള തുറമുഖത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം നിങ്ങളുടെ യാത്രയെ മുഴുവൻ ദൈവം വഴി നിർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.